Hi friends, welcome back to my YouTube channel. Hi. So, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇടുന്നൊരു വ്ലോഗാണ്. ആക്ച്വലി സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പോൾ സമയം ഏകദേശം ദുബായ് ടൈം ഓൾമോസ്റ്റ് ഒരു 5:51 ആയി. സോ ഞാൻ പുറത്ത് പോകുകയാണ്. വേറെ ഒന്നുമല്ല, ചായ കുടിക്കാൻ വേണ്ടി പോവാം. സോ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, സിദ്ധു. അപ്പോൾ അവൻ വന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ചുമ്മാ ചായ കുടിക്കാൻ പോകും. ജസ്റ്റ് ഒന്ന് കരാൻ വഴി കറങ്ങി തിരിച്ച് റൂമിൽ വരും. അപ്പോൾ കുഞ്ഞു വീഡിയോയാണ്, അതുകൊണ്ട് എടുത്തേക്കാന്ന് വെച്ചു. നമുക്ക് കാഴ്ചകൾ കാണാം. സോ നമ്മളിപ്പോൾ പോകുന്നത് സിദ്ധുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിദ്ധു ഈ ലോകത്ത് എവിടെയോ ഉണ്ട്. ചായ കുടിക്കാൻ പോകുന്ന ലുക്കാണ്, വേറൊന്നുമല്ല. സിദ്ധു ഇവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നു, കള്ള സിദ്ധു. ക്യാമറ കണ്ട് ഷോ ഇടുന്നതാ. എൻ്റെ ഫോൺ ഷെയ്ക്കാണ്. ഹായ്, നമ്മുടെ വ്ളോഗാ. ഹലോ, നമസ്കാരം. സിദ്ധുവിനെ കിട്ടി ഗൈസ്. ഹലോ, കളഞ്ഞു കിട്ടി. സോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് കരമപ്പ ഒരു ചായ കുടിക്കാം. ചേട്ടാ, നിന്നെ എന്നെയും കൂടെ വെച്ചിട്ട് എന്നെ കാണുന്നില്ല, എനിക്ക് കുഞ്ഞല്ലേ. സോ ഇത് എൻ്റെ റൂമിൽ നിന്ന് നമ്മുടെ ADCB മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുന്ന റൂട്ടാണ്. ADCB മെട്രോ സ്റ്റേഷൻ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, അതാണ് കരാമയുടെ മെട്രോ സ്റ്റേഷൻ. ദുബായിലുള്ളവർക്കറിയാം, നാട്ടിലുള്ളവർക്കറിയില്ല. ഓക്കെ, ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കരാമയിലായിരുന്നു, പ്രോപ്പർ കരാമയിലായിരുന്നു. ആൻഡ് നൗ ഇപ്പോൾ താമസിക്കുന്നത് മൻകൂൾ സൈഡാണ്, ജസ്റ്റ് കരാമയുടെ ഓപ്പോസിറ്റ് സ്പിന്നീസ് ഉണ്ട്. സ്പിന്നീസ് കാണാമോ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ? സ്പിന്നീസ് ചെക്കന്മാർക്ക് MMA അറിയായിരിക്കും, സ്പിന്നീസ് അറിയുമെന്ന് എനിക്കറിയാം. അവിടെ കുപ്പി കിട്ടും. അപ്പോൾ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ആൻഡ് എൻ്റെതാണ് മെട്രോ സ്റ്റേഷൻ. ഒരു മെട്രോ ഇപ്പോൾ പോയി കണ്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറം ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. നാട് വെച്ച് നോക്കാൻ നേരത്തെ ദുബായിലുള്ള ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സമയം വേണമെങ്കിലും റോഡ് ക്രോസ് ചെയ്യാം. നമ്മളങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നാൽ നമുക്ക് വണ്ടി നിർത്തി തരും. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇടിച്ചിട്ടിട്ട് കണ്ടോ. സിഗ്നലിൽ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പച്ച കത്തുമ്പോൾ നടക്കണം, പച്ച ബ്ലിങ്കുമ്പോൾ ഓടണം, റെഡ് വന്നാൽ നിൽക്കണം. അപ്പൊ ഈ ഓടിയിട്ട് റോട്ടിൽ തന്നെ നിൽക്കാവോ? സെന്ററിൽ എത്തുമ്പോഴാണ് റെഡ് കത്തുന്നതെങ്കിൽ അവിടെ തന്നെ നിൽക്കണം ആണല്ലേ? നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കരാമ ഡേ ടു ഡേ. വലിയ ഡേ ടു ഡേ ആണ്. ഇവിടെ നമ്മൾ സാധാരണക്കാർക്കൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. 1 to 10 ആ ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റും. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ്. ഡേ ടു ഡേ പർച്ചേസ് ചെയ്യുന്നൊരു വീഡിയോ ഞങ്ങൾ വൈകാതെ ഇറക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് പാർക്കിലേക്ക് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയത്. പക്ഷെ കുറേ സമയം ബാക്കിയുണ്ടല്ലേ. ഇവൻ്റെ റൂമിൽ രാത്രിത്തെ ഫുഡ് എൻ്റെ അടുത്ത് നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ കുറേ സമയം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളോർത്ത് ചുമ്മാ പാർക്കിൽ പോയി വായി നോക്കിയിരിക്കാം. അവിടെ നമുക്ക് കുറേ കപ്പിൾസൊക്കെ വരും. കരാമ പാർക്ക് എന്ന് വെച്ചാൽ ഒരു പാർക്കാണ്. ഞങ്ങൾ വായി നോക്കാനല്ല നമ്മൾ പോകുന്നത്, നമ്മൾ കമൻ്റ് അടിക്കാൻ പോകുന്നു. ആൾക്കാരവിടെ ചുമ്മാ, പിന്നെ കുറേ ഭീകര പിള്ളേരുടെയൊക്കെ കളികൾ കാണാം. അതാണ് ഏറ്റവും കോമഡി. ഏത് നേരം പടച്ചു വരുന്ന കുറേ പിള്ളേരൊക്കെ കാണാൻ പറ്റും. സോ നമ്മളിപ്പോൾ അത് കാണാം. ഞാൻ കുഞ്ഞായതുകൊണ്ട് എൻ്റെ തല കിട്ടത്തില്ല, അതുകൊണ്ട് എന്നെ മാത്രം എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പാർക്കിൽ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കരാമ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. ദുബായിലുള്ളവർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. നാട്ടിലുള്ളവർക്കും കരാമ സെൻറ്റർ അറിയായിരിക്കും, കാരണം നമ്മൾ മിക്ക പരസ്യങ്ങളിലും കാണാറുണ്ട്. ഇപ്പോൾ ജോയി ആലുക്കാസ്, മലബാർ ഗോൾഡിൻ്റെ ഒക്കെ പരസ്യത്തിൽ കേൾക്കാറില്ലേ, ഓരോ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് അവസാനം കരാമ സെൻറ്റർ ദുബായ്. ആ കരാമ സെൻറ്ററാണ് ഈ കാണുന്നത്. ഗൈസ്, ബാക്കിൽ നിങ്ങൾ കാണുന്നതാണ് ദുബായ് ഫ്രെയിമിൽ ദുബായിലുള്ള ഒരുത്തൻ ആഷിഖ്. അവൻ പറയുന്നത് കരാമ ബ്രിഡ്ജ്. ആ കരാമ ബ്രിഡ്ജാണ് നിങ്ങൾ കണ്ടത്. കരാമ
പാർക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എൻ്റെ ബാക്ക് സൈഡിൽ. നമ്മുടെ നാട്ടിലെ പോലെ ലാഡർ ആൻഡ് സ്ലൈഡും സീസോയൊക്കെ ഉള്ള കൂട്ട് പാർക്കൊന്നുമല്ല കരവ പാർക്ക്. ഇവിടെ നമുക്ക് വന്ന് റിലാക്സ് ചെയ്യാം. കരവ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 24 hours പാർക്ക് ഓപ്പൺ ആയിരിക്കും. 24 hours ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. രാത്രി ഷട്ടിൽ, ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനത്തെ പരിപാടികളെല്ലാം കാണും. പിന്നെ കുറേ ആൾക്കാർ ചുമ്മാ കപ്പിൾസൊക്കെ വന്നിരിക്കും. നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാനൊരു പ്രത്യേക സുഖമാണ്. കാരണം ഇത്രയും വെയിലത്ത് ഇത്രയും തണലുള്ളൊരു സ്ഥലം ദുബായിൽ വേറെ എങ്ങും കാണത്തില്ല. അടിപൊളിയാണ്. കരവ പാർക്ക് എന്നും ദുബായിലുള്ള ആൾക്കാരുടെ ഒരു വികാരമാണ്. സുഖം. ഇതെന്റെ ഫ്രണ്ട്, എന്റെ ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ. പറഞ്ഞോ. നിങ്ങൾ ഫ്രെയിമിന്റെ ഉള്ളിൽ ബുർജ് ഖലീഫ കയറിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഭയങ്കര അഹങ്കാരമാണ്. കരാമ എന്ന് വെച്ചുണ്ടല്ലോ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലം. കാരണം മൊത്തം മലയാളികളാണ്. അത് മാത്രമല്ല ഇവിടെ ഇല്ലാത്ത റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. ഇതിൽ കുറേ സ്ഥലത്ത് ലൈക്ക് ഇവിടെ ഈ ഏരിയയിൽ തന്നെ നമുക്ക് മൂസാക്കാൻ്റെ ചായക്കട, കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ കുറേ കടകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പം എന്തായാലും കടയിലൊന്നും കയറാൻ പോകുന്നില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു ദിവസം നമുക്ക് അതിന് വേണ്ടി മാത്രമുള്ള റെസ്റ്റോറൻറ്റ് വീഡിയോ ചെയ്യും. ഹായ്. ചായ കുടിക്കാൻ വേണ്ടി വൈകിട്ട് ഇറങ്ങിയതാ. ഇപ്പൊ രാത്രിയായി. ഇതുവരെ ചായ കുടിച്ചില്ല. പക്ഷെ കരാമയുടെ ഡോക്യുമെന്ററി മൊത്തം തീർന്നു. ഈ ചായ കുടിക്കണം. എന്നാ വേണ്ട? ചുക്കാപ്പി നോക്കൂ. ഞാൻ ചുക്കാപ്പി ചോദിച്ചു, എനിക്ക് രസം കിട്ടി. നമുക്ക് റൂമിലേക്ക് തിരിച്ചു. അതിന് മുമ്പ് അരി മേടിക്കണം. റൈസ്, ചോറ് വയ്ക്കണ്ടേ? റൈസ് മേടിക്കണം. ലൈറ്റൊക്കെ പോയി ഗൈസ്. സിദ്ധുവും പോവാണ്. കഴിക്കാൻ നിൽക്കുന്നു. ബൈ ബൈ സിദ്ധു. എൻ്റെ അരി എണ്ണ അരി. അപ്പൊ ശരി, നാളെ കാണാം. ഹായ് ഗൈസ്. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ കിടക്കാൻ പോവാ. 10 മണി കഴിഞ്ഞു. ചുമ്മാ പോണേക്കത്തി കിടക്കാൻ ഉറങ്ങത്തൊന്നും ഇല്ല. എന്തായാലും കിടക്കാൻ പോകണം. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാലോ, എല്ലാം ചെയ്യുക. പുതിയ വീഡിയോ ഞാനിവിടെ എന്തായാലും നിർത്തത്തില്ല. ബൈ. See you. Good night.